ബാക്കിയുള്ളവർ പറയുന്ന കമൻസും കാര്യങ്ങളും അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ശരീരം മാറുന്നതനുസരിച്ച് നമ്മുടെ മനസ്സ് മാറും, നമ്മുടെ മനസ്സ് മാറുന്നതനുസരിച്ച് നമ്മുടെ ജീവിതവും മാറും. ഹലോ, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പോഴേ പറയുകയാണ്, വണ്ണം വെക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ നേടിയെടുത്ത കുറച്ച് അനുഭവങ്ങളും കുറച്ച് പാഠങ്ങളും അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരാളത്ത് ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്ന ഒരാളാണ് കേട്ടോ. അതായത് എൻ്റെ ഡിഗ്രി കാലഘട്ടം, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്ന ഒരാളായിരുന്നു. എന്താ അസ്ഥി കൂടുന്ന തന്നെ പറയാം, ആ ഒരു കണക്ക് ഇരുന്ന ആളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര കളിയാക്കി, എന്താ ഇങ്ങനെ ആയിപ്പോയത്, എന്താ ഒന്നും കഴിക്കുന്നില്ല, ഈർക്കിളിയിൽ തുണി ചുറ്റിയ കണക്കിരിക്കുന്നല്ലോ, ഇപ്പോൾ ഒരു കാറ്റ് വന്നാൽ നീ അങ്ങോട്ട് പറന്നു പോകുമല്ലോ, അങ്ങനെയുള്ള സംസാരവും കളിയാക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കും എനിക്ക് ഭയങ്കര ഒരാഗ്രഹം, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം വെക്കണം, കുറച്ചെങ്കിലും ഒരു വണ്ണം വെക്കണം, എനിക്ക് ഈ കളിയാക്കലൊന്നും കേൾക്കാൻ കഴിയത്തില്ല. അങ്ങനെ തന്നെ ഞാൻ മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് യൂട്യൂബും ഗൂഗിളും ഒക്കെ നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ, എന്താ വണ്ണം വെക്കാനുള്ള ടിപ്സ്, വണ്ണം വെക്കാനുള്ള ഫുഡ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. പതിയെ ഞാൻ അങ്ങോട്ട് വണ്ണം വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇത്. കാരണം വണ്ണം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഞാൻ തുടങ്ങി. കാരണം മെലിഞ്ഞിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും ഇരട്ടി പ്രോബ്ലമാണ് എനിക്ക് വണ്ണം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായത്. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെലിഞ്ഞിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഓടി നടക്കാനും ചാടാനും അതൊക്കെ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വണ്ണം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പതിയെ അതൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറി തുടങ്ങി. കാരണം എനിക്ക് കുറച്ച് ദൂരം നടക്കാൻ പറ്റിയില്ല. ഒത്തിരി ദൂരം നടന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നു, എനിക്ക് കാലിന് വേദന വരുന്നു, എനിക്ക് മുട്ടിന് വേദന വരുന്നു, എനിക്ക് നടുവിന് വേദന വരുന്നു. സത്യം പറഞ്ഞാൽ ഇല്ലാത്ത വേദനകളൊന്നുമില്ല. പ്രായമായ അമ്മച്ചിമാരെക്കാളും കഷ്ടമായിരുന്നു ഞാൻ. കാരണം എനിക്ക് അതുപോലെ വേദനയും കാര്യങ്ങളും, എനിക്ക് ഇച്ചിരി പോലും നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എങ്ങോട്ടേലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ കാണുന്നവരൊക്കെ ഒരു ചിരിച്ചുകൊണ്ട് ആക്കിയ ചോദ്യമാണ്, എന്താ ഇങ്ങനെ ആയെന്നൊക്കെ ഉള്ള ഒരു ചോദ്യമായിരുന്നു. ഇപ്പം അവർക്ക് ചോദിക്കുന്നവർക്ക് അതൊരു ജസ്റ്റ് ഒരു വാക്കായിരിക്കും, പക്ഷെ കേൾക്കുന്ന നമുക്ക് അത് എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുള്ളത് അവരൊരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറി. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ആയപ്പോൾ എനിക്ക് ഭയങ്കര മടിയായി, പുറത്തേക്ക് ഇറങ്ങാൻ മടിയായി. ഇപ്പോൾ ചുമ്മാ കണ്ണാടി നോക്കാനാണെങ്കിൽ പോലും എനിക്ക് മടി, ഒരു ഫോട്ടോ എടുക്കുന്ന പോലും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. കാരണം അത്രത്തോളം മാറ്റം എൻ്റെ ശരീരത്തിൽ വന്നു. അപ്പോൾ അത് എനിക്ക് നല്ല രീതിക്ക് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഒരു സമയമായിരുന്നു അത്. ഓക്കെ, പിന്നെ ഞാൻ മെയിനായിട്ട് അനുഭവിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നമായിരുന്നു. എനിക്ക് പിന്നെ വിചാരം, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ കൊള്ളുമോ, വീപ്പക്കുറ്റി പോലെ ഇരിക്കുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയി. അതും എനിക്ക് ഭയങ്കര രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഒരു മെയിൻ പ്രശ്നം തന്നെയായിരുന്നു ഈ വണ്ണം വെച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, എനിക്ക് എങ്ങനെയും വണ്ണം കുറച്ചേ പറ്റുള്ളൂ. കാരണം എനിക്ക് ഇനി ഇതുപോലെ കളിയാക്കലും കാര്യങ്ങളും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയും ഒന്ന് വണ്ണം കുറയ്ക്കണം. അപ്പം ഞാൻ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ വിചാരിച്ച പോലെയല്ല, വണ്ണം വെക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല രീതിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരു വഴിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, വണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും എനിക്ക് ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഡെയിലി രാവിലെ നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തീരുമാനം എനിക്ക് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഡെയിലി നടക്കാൻ പോകുമ്പോഴത്തേക്കും എനിക്കുണ്ടാകുന്ന ആ ശ്വാസം മുട്ടൽ പ്രശ്നങ്ങൾ, കിതപ്പൊക്കെ ഇല്ലേ, അതൊക്കെ പതിയെ കുറഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച്, എന്തിനാ വണ്ണം കുറയ്ക്കുന്നത്, എന്തായാലും ഞാൻ തന്നെ വിചാരിച്ച് ഇത്രയും വെച്ചതാ, അപ്പോൾ പിന്നെ അത് കുറയ്ക്കേണ്ട കാര്യമുണ്ടോ, ആൾക്കാർ പറയാനുള്ളതാണെങ്കിൽ അവർക്ക് പറയാൻ ജസ്റ്റ് അതൊരു കാരണം മാത്രമാണ്. നമ്മളത് കേട്ടാലല്ലേ പ്രശ്നമുള്ളൂ. പിന്നെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് വണ്ണമുള്ളതിൽ എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, എനിക്കും ചെറിയ രീതിക്ക് വിഷമം ഉണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല. പിന്നെ ഞാൻ എന്തിനാണ് നാട്ടുകാരെ നോക്കുന്നതെന്നുള്ള ഒരു ചിന്തയായി എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. പറയാനുള്ളവർ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ വായടപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടേതായ വഴിക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാന്നേ ഉള്ളൂ. പറയുന്നവരോടെ കിടന്ന് പറഞ്ഞോട്ടെ.
അല്ല. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണൂലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. കാരണം നമ്മുടെ ജീവിതം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിൽ മറ്റുള്ളവർ കിടന്ന് പറയും, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവർ പറയാനുള്ളത് പറയും, നമ്മളത് കേൾക്കാൻ പോയാലല്ലേ പ്രശ്നമുള്ളൂ. അവരെ അവരുടെ വഴിക്ക് വിടുക, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക, അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മതി. പിന്നെ മെലിഞ്ഞിരിക്കുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഡിഗ്രി ടൈമൊക്കെ വരെ മെലിഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ടും മെലിഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വണ്ണം വെക്കാനുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഡയറ്റും കാര്യങ്ങളും ഒക്കെ നോക്കി നല്ല വ്യായാമവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം വണ്ണം വെക്കാനുള്ളത് നോക്കുക. കാരണം ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഒരിക്കലും വണ്ണം വെക്കണം എന്ന് കരുതി കണ്ട ഷെയ്ക്കും കാര്യങ്ങളും ഉണ്ടാക്കി കുടിക്കലോ കണ്ട ഫുഡ് കാര്യങ്ങൾ വലിച്ചു വാരി തിന്നലോ അങ്ങനെ ഒന്നും ചെയ്യരുത്. എപ്പോഴും ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ ഫോളോ ചെയ്യുക. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം. പിന്നെ നിങ്ങൾക്ക് വണ്ണം വെക്കണമെന്ന് അത്രയ്ക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും കാര്യങ്ങളും വ്യത്യാസമാണല്ലോ. അപ്പോൾ അതനുസരിച്ചിരിക്കും അവർ വണ്ണം വെക്കുന്നതും കുറയുന്നതും എല്ലാം. അപ്പം ചിലവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും വണ്ണം വെക്കും, ഓട്ടോമാറ്റിക്കലി ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും വണ്ണം വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഒരു കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കത് ഇരട്ടി വണ്ണമാകും. അതാണ് എനിക്ക് പറ്റിപ്പോയത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം മാറുന്നതനുസരിച്ച് നമ്മുടെ മനസ്സ് മാറും, നമ്മുടെ മനസ്സ് മാറുന്നതനുസരിച്ച് നമ്മുടെ ജീവിതവും മാറും. അപ്പം മാക്സിമം എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിലേക്ക് എടുക്കുക. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വണ്ണം വെച്ചിരിക്കുന്നവരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം മുമ്പോട്ടും ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.